ഇന്ന് നമുക്ക് ഒരു പുതിയ കഥ. എന്തുകൊണ്ട് നാരദമുനിയുടെ പ്രതിമ എവിടെയും വെക്കുന്നില്ല? ആ ഒരു കഥയാണ് ഇന്ന് പറയുന്നത്. ഒരിക്കൽ നാരദമുനി ഈ ഒരു സംശയം തന്നെ ഭഗവാനോട് ചോദിച്ചു. പ്രഭു, എന്തുകൊണ്ടാണ് അങ്ങയുടെ ക്ഷേത്രങ്ങളിൽ ഗരുഡന്റെ പ്രതിമ വെക്കണമെന്ന് നിഷ്കർഷയുള്ളത്? എന്തുകൊണ്ട് എൻ്റെ പ്രതിമ വെക്കുന്നില്ല? ഞാനും അങ്ങയുടെ പരമഭക്തനല്ലേ? ഭഗവാൻ മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് പുറത്തു നിന്നും എന്തോ വീഴുന്ന ശബ്ദം കേട്ടു. എന്താണത്? മഹാവിഷ്ണു ആരാഞ്ഞു. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ഗരുഡൻ അപ്പോഴവിടെ ഉണ്ടായിരുന്നില്ല. ഗരുഡനെ ഞാനൊരു കാര്യത്തിനായി അയച്ചിരിക്കുകയാണ്. അങ്ങേക്ക് അവിടെ എന്താണ് ഉണ്ടായതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാമോ? ഭഗവാൻ ചോദിച്ചു. ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള ആവേശത്തിൽ നാരദമുനി പുറത്തേക്കോടി. വളരെ പെട്ടെന്ന് തിരികെ എത്തി അറിയിച്ചു, അവിടെ ഒരു പാൽക്കാരി തെന്നി വീണതാണ്. അവളുടെ പേരെന്താണ്? ഭഗവാൻ ചോദിച്ചു. നാരദൻ വീണ്ടും പുറത്തേക്കോടി. വേഗം തന്നെ മറുപടിയായി വന്നു. ശാരദ എന്നാണ് അവരുടെ പേര്. അവർ എവിടെ പോകുകയായിരുന്നു? ഭഗവാൻ വീണ്ടും ചോദിച്ചു. നാരദമുനി ഒരിക്കൽ കൂടി പുറത്തേക്കോടി. ആ സ്ത്രീയുമായി സംസാരിച്ച് തിരിച്ചെത്തിയ ശേഷം പറഞ്ഞു, അവർ കച്ചവടത്തിനായി പോവുകയായിരുന്നു. അവർ എങ്ങനെയാണ് വീഴാൻ ഇടയായത്? ഭഗവാൻ വീണ്ടും ആരാഞ്ഞു. നാരദർക്ക് കുറേശ്ശെ നീരസം തോന്നി തുടങ്ങി. ഈ ചോദ്യം ഞാൻ നേരത്തെ പോയപ്പോൾ അങ്ങ് എന്താണ് ചോദിക്കാഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് നാരദൻ പിന്നെയും പുറത്തേക്കോടി. തിരികെ വന്ന ശേഷം പറഞ്ഞു, അവരുടെ മുന്നിലൂടെ ഒരു സർപ്പം കടന്നുപോയി. അത് കണ്ട് പേടിച്ചാണ് അവർ വീണത്. അവരുടെ കയ്യിലുള്ള പാൽക്കുട പൊട്ടിപ്പോയോ? ഭഗവാൻ വീണ്ടും ചോദിച്ചു. നാരദർ അസ്വസ്ഥതയോടെ വൈകുണ്ഠത്തിന് പുറത്തേക്ക് പോയി. ആ സ്ത്രീയെ സമീപിച്ചു. വളരെ സന്തോഷത്തോടെ തിരികെ വന്നു പറഞ്ഞു, അവരുടെ കയ്യിൽ 2 പാൽക്കുടങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ഉടഞ്ഞുപോയി. ഇനി ഒരെണ്ണം ഉള്ളത് ഇരട്ടി വിലയ്ക്ക് വിൽക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർ എന്ത് വിലയ്ക്കാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്? എനിക്കത് വാങ്ങണമെന്നുണ്ട്. മഹാവിഷ്ണു വീണ്ടും ചോദിച്ചു. ക്ഷമിക്കണം, ഞാനത് അന്വേഷിക്കാൻ വിട്ടുപോയി. ഇപ്പോൾ തന്നെ ചോദിച്ചിട്ട് വരാം. നാരദൻ വീണ്ടും പുറത്തേക്ക് പാഞ്ഞു. സാരമില്ല, ഞാൻ വേറെ ആരെയെങ്കിലും അയച്ചുകൊള്ളാം, ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ സമയത്താണ് ഗരുഡൻ അവിടെ എത്തിയത്. മഹാവിഷ്ണുവും നാരദരും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് ഗരുഡന് അറിയില്ലായിരുന്നു. ഭഗവാൻ ഗരുഡനോടായി പറഞ്ഞു, അല്പം മുമ്പ് എന്തോ വീഴുന്ന ഒച്ച കേട്ടു. ഒന്നുപോയി അന്വേഷിച്ചു വരൂ. ഗരുഡൻ പുറത്തേക്ക് പോയി. ഭഗവാൻ നാരദരെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു, ഗരുഡൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കളയാം. അല്പസമയത്തിനുള്ളിൽ ഗരുഡൻ മടങ്ങിയെത്തിയിട്ട് പറഞ്ഞു, ശാരദ എന്ന ഒരു പാൽ വിൽപ്പനക്കാരി കച്ചവടത്തിനായി പോകെ ഒരു സർപ്പത്തിനെ വഴിയിൽ കണ്ട് പേടിച്ച് കാലിടറി വീണു. 2 പാൽക്കുടങ്ങൾ ഉണ്ടായിരുന്നതിൽ ഒരെണ്ണം പൊട്ടിപ്പോയി. ഇനിയുള്ള പാൽക്കുടം വിൽപ്പന നടത്തി പൊട്ടിപ്പോയ പാലിന്റെയും കുടത്തിന്റെയും വില എങ്ങനെ കിട്ടാനാകും എന്നോർത്ത് അവർ വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്ങ് ആ പാൽക്കുടം വാങ്ങുമെന്ന് ഞാൻ നിർദ്ദേശിച്ചു. അങ്ങയുടെ പത്നി ഭാഗ്യത്തിന്റെ അതിദേവതയാണല്ലോ. മഹാവിഷ്ണു ചോദിച്ചു. പാലിന്റെ വില എന്താണ്? 4 ചെമ്പു നാണയങ്ങളാണ് അവർ വില പറഞ്ഞത്. അങ്ങയുമായുള്ള ഇടപാടായതുകൊണ്ട് നല്ല ലാഭം ഉണ്ടാക്കാനാകുമെന്ന് അവർക്ക് പ്രതീക്ഷയുണ്ട്. ഭഗവാൻ ചിരിച്ചുകൊണ്ട് നാരദരെ നോക്കി. എന്തുകൊണ്ടാണ് ഗരുഡ വിഗ്രഹം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുടെ മുൻപിൽ വെക്കുന്നതെന്ന് നാരദർക്ക് മനസ്സിലായി. ഗരുഡൻ ഭഗവാന്റെ ഒരു നല്ല സേവകനാണ്. എന്ത് കാര്യവും നല്ലതുപോലെ ഗ്രഹിച്ച് മുൻകൈയെടുത്ത് വേണ്ടതുപോലെ ചെയ്യാനുള്ള കഴിവുമുണ്ട്. ഗരുഡൻ നമ്മുടെ സങ്കടങ്ങളെ ഞൊടിയിടയിൽ ഭഗവാന്റെ മുന്നിലെത്തിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അതെങ്ങനെ പരിഹരിക്കണമെന്നും ഗരുഡന് വളരെ നന്നായി അറിയാം.
വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഗരുഡനെ സ്മരിക്കുന്നത് പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള ശക്തി നൽകുന്നു. കഥ എല്ലാവർക്കും ഇഷ്ടമായോ?